ഡോക്ടർ ധർമ്മേന്ദ്ര പ്രധാൻ വാസ് കിഡ്നാപ്പ്. അടുത്ത മാസം നടക്കേണ്ട കീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ അദ്ദേഹത്തിന്റെ കൈകളിലാണ്. ഡോക്ടറെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം സാർ. 100, 101, 112. റിപ്പോർട്ടിംഗ്. 101 റിപ്പോർട്ടിംഗ്. സ്റ്റഡി ലോപ്പസ്. യെസ് സാർ. നമ്മൾ മിലിറ്ററി ഇന്റലിജൻസ് ടീമിലെ അംഗങ്ങളാണെന്ന് ഇവിടെ ഒരു തെളിയും അറിയാൻ പാടില്ല. യെസ് സാർ. ടേൺ റൈറ്റ്. നിന്റെ കയ്യിലുള്ള ചോദ്യങ്ങൾ ഉടനെ തന്നെ ഈ കമ്പ്യൂട്ടറിലേക്ക് മാറ്റണം. നോ. ഐ വിൽ ഓഫർ യു എ തായ്ലാൻഡ് ട്രിപ്പ്. നോ. എങ്കിൽ നിന്റെ ഭാര്യയ്ക്കും കൂടി. അത് വേണ്ട, ആദ്യത്തെ മതി. ഐ അഗ്രി. സ്റ്റഡി ലോപ്പസ്. യെസ് സാർ. നമ്മുടെ മിഷൻ ദോഹ തട്ടുകടയിൽ നിന്ന് ആരംഭിക്കാം. ഓ ജീസസ്, വരണം, ഇരിക്കണം. ഇവിടെ എന്താ കഴിക്കാനുള്ളത്? ഓ ജീസസ്, അപ്പവും മുട്ടക്കറി. ചീസൊന്നും വേണ്ട, അപ്പവും മുട്ടക്കറി മതി. ഒരാളൊരു ബസ്സിൽ കയറി 10 രൂപ എടുത്ത് 8 രൂപ ടിക്കറ്റ് എടുത്തു. 3 രൂപ ബാക്കി കിട്ടിയെങ്കിൽ കണ്ടക്ടറുടെ പ്രായം. നെക്സ്റ്റ്. സാബ്, ആ തട്ടുകടക്കാരൻ ചതിച്ചല്ലോ. വില്യംസിന്റെയും ഡക്ലസിന്റെയും ഈ കണ്ടൽ കാർഡ് ഉള്ളത് കൊണ്ട് തൽക്കാലം നമ്മൾ രക്ഷപ്പെടും. സാബ്, ഈ പൊരുവയിൽ തരുത്ത മഴക്കോട്ടിട്ട് കിടക്കുന്നത്. അപ്പോൾ അവൻ എന്തോ കുഴപ്പമുണ്ടല്ലോ. കമോൺ. വെളിയിരിക്കാനും സമ്മതിക്കില്ലേ, നാശങ്ങൾ. സ്റ്റഡി ലോപ്പസ്, നമ്മൾ എന്താണ് അവിടെ കണ്ടത്? ടിപ്പറിന് ചെളി അടിച്ചിട്ടേക്കുന്നല്ലേ ബസ്? അതല്ല, അവന്റെ ആസനത്തിൽ സ്കോർപ്പിയോൺ പച്ച കുത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഗോൺ സാൽവൻസിന്റെ ആളാണ്. നമുക്ക് അവനെ ഫോളോ ചെയ്യാം. കമോൺ. വെൽക്കം. എന്റെ ഭവനത്തിലേക്ക് സ്വാഗതം. ഇവിടെ വന്നിട്ടുള്ളവരാരും തിരിച്ചു പോയിട്ടില്ല. അതെന്താ? ഇവിടെ വരുന്നവർക്കൊന്നും തിരിച്ചു പോകാനുള്ള വഴി അറിയില്ലേ? ഇതൊരു ഗ്യാസ് ചേമ്പറാണ്. 3-ാം നാൾ നീ ഉയർത്തെഴുന്നേറ്റാൽ നിനക്ക് വേണ്ടി ഞാനൊരു മെഴുകുതിരി. രാമു വീട്ടിൽ നിന്ന് ഇറങ്ങി. ആദ്യം വലത്തോട്ട് പോയി, പിന്നെ ഇടത്തോട്ട് പോയി, പിന്നെ നടുക്കോട്ട് പോയി. ഇപ്പൊ രാമു എവിടെയാണ്? നെക്സ്റ്റ്. ബോസ്, അവന്മാർ രക്ഷപ്പെട്ടു. ചേമ്പറിൽ ഗ്യാസ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചേരം വിറകടുപ്പിലേക്ക് മാറ്റിയായിരുന്നു. ഹാൻഡ്സ് അപ്പ്. ഇത് കേരളത്തിന്റെ സ്വന്തം സാധനം. ഇതടിച്ചിട്ട് 3-ാം നാൾ നീ ഉയർത്തെഴുന്നേറ്റാൽ നിനക്ക് ഞാനൊരു മെഴുകുതിരി കത്തിച്ചേക്കാം. സ്റ്റഡി ലോപ്പസ്, വരൂ ഡോക്ടർ, നമുക്ക് രക്ഷപ്പെടാം. ഓ, മലയാളിയാണല്ലേ. ഞാൻ കേരള PSCക്കും ചോദ്യങ്ങൾ കൊടുക്കാറുണ്ട്. ഓ, അത് ശരി. ഓ, നിങ്ങൾ പട്ടാളക്കാരായിരുന്നല്ലേ? ഓ ജീസസ്, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മെഴുകുതിരി കത്തിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോയി കത്തിച്ചോളൂ. ഡോക്ടറും കൂടെ ചെന്നോളൂ. പഴയ മുട്ടക്കറി കൊടുത്തും ചോദ്യങ്ങൾ ഉണ്ടാക്കിയും അവരിഞ്ഞാരെയും പറ്റിക്കരുത്.